ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു സിസിൽസ് വ്ലോഗ്. വൈക്കം ഡിവിഷനിൽ നിന്നും KSRTC നടത്തിയ വിനോദയാത്രയിൽ ഞാനും കുടുംബവും പങ്കാളിയായി. മെയ് ആദ്യവാരം നടന്ന ഈ പിക്നിക് ശരിക്കും ആസ്വാദികരമായിരുന്നു. രാവിലെ 5-ന് ആരംഭിച്ച ഈ ട്രിപ്പ് ഞങ്ങളെ കൂട്ടിക്കൊണ്ടുപോയത് എവിടേക്കാണെന്നോ? കോതമംഗലത്തിറങ്ങി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കയറിയ ഞങ്ങൾ ആദ്യം പോയത് ഭൂതത്താൻ കെട്ടിലേക്കാണ്. ഡാമും മേൽപ്പാലവുമെല്ലാം കണ്ട് ഞങ്ങളെല്ലാവരും പരസ്പരം പരിചയപ്പെട്ടു. എല്ലാ ഏജിലുമുള്ള യാത്രക്കാർ ഞങ്ങളുടെ ഇടയിൽ ഉണ്ടായിരുന്നു. പെരിയാർ നദിയിൽ സ്ഥാപിതമായിരിക്കുന്ന ഈ ഡാം മനോഹരമായിട്ടുള്ള വിവിധ തരം കാഴ്ചകളാണ് നമുക്ക് സമ്മാനിക്കുന്നത്. വലിയ കുന്നുകളാലും ഫോറസ്റ്റും മൈഗ്രേറ്ററി ബേർഡ്സിനാലും എല്ലാം സമൃദ്ധമാണ് ഇവിടുത്തെ ചുറ്റുവട്ടങ്ങൾ. എക്കോ ടൂറിസത്തിൻ്റെ ഭാഗമായിട്ടുള്ള കേരളത്തിലെ അതിമനോഹരമായ ഒരു ടൂറിസ്റ്റ് സ്പോട്ടാണ് ഇവിടം. സൈറ്റ് സീയിങ് നടത്തിയ ഞങ്ങൾ നേരെ ബസ്സിൽ കയറി ഇവിടെ അടുത്തു തന്നെയായി സ്ഥിതി ചെയ്യുന്ന തട്ടേക്കാട് ബേർഡ് സാങ്ച്വറി ലക്ഷ്യമായി യാത്ര തുടങ്ങി. കേരളത്തിലെ ആദ്യത്തെ ബേർഡ് സാങ്ച്വറിയാണ് ഇവിടം. 1983 ഇത് സ്ഥാപിതമായത്. സമയം കുറച്ച് ടൈറ്റായതിനാൽ പാർക്കിൻ്റെ ഉള്ളിലോട്ട് പോകുവാൻ ഞങ്ങൾക്ക് സാധിച്ചില്ല. പുറത്തെ പ്രകൃതിയുടെ ഭംഗിയും കൂടാതെ 1-2 ബേർഡ്സിനെയും ഒക്കെ കണ്ടിട്ട് ഉള്ളിലോട്ട് കയറുവാൻ സാധിക്കാത്ത വിഷമത്തിൽ ഞങ്ങൾ അവിടെ നിന്നും തിരിച്ചു. സമീപത്തായി ഒരു പാർക്കും ബോട്ടിംഗ് സെൻറ്ററും ഇവിടെ ഞങ്ങൾ കണ്ടു. പിന്നീട് ഞങ്ങൾ ചെന്നത് മാമല കണ്ടത്തിലാണ്. സമുദ്രനിരപ്പിൽ നിന്നും 1200 മീറ്റർ ഉയരത്തിൽ കാണപ്പെടുന്ന ഒരു വില്ലേജാണ് ഈ മാമല കണ്ടം. ദുർഘടമായ കാട്ടുവഴികൾ താണ്ടിയാണ് ഞങ്ങൾ ഈ വില്ലേജിൽ എത്തിയത്. ഇവിടുത്തെ പ്രധാന ഹൈലൈറ്റാണ് ട്രെക്കിംഗ് നടത്തുന്നവരുടെ ഇഷ്ട സ്പോട്ടായ ഇവിടുത്തെ ഗവൺമെൻറ് ഹൈസ്കൂൾ. കാട്ടിൽ ഒരു ഏറുമാടവും ഞങ്ങൾ കണ്ടു. വലിയ പാറയുടെ മുകളിലൊക്കെ കയറി സഹയാത്രികർ ഫോട്ടോസും എടുത്തു. ഇപ്പോൾ സമയം 12 മണിയോളമായിരുന്നു. ഞങ്ങൾ വീണ്ടും ഞങ്ങളുടെ ആനവണ്ടിയിൽ യാത്ര ആരംഭിച്ചു. ഇനിയുള്ള യാത്ര കുറച്ച് ഭീകരമായിരുന്നു. ഇടുക്കിയിലെ പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രത്തിലൊന്നായ മാങ്കുളത്തേക്കാണ് ഞങ്ങളുടെ വണ്ടി ചീറിപ്പാഞ്ഞ് നീങ്ങിയത്. വീതി കുറഞ്ഞ വഴിയായതിനാൽ ഒന്നിൽ കൂടുതൽ വണ്ടികൾക്ക് ഒരേ സമയം അതിലെ കടന്നു പോവുക പ്രയാസമായിരുന്നു. ഡ്രൈവറിൻ്റെ അതിസാഹസികമായ ഓട്ടത്തിലൂടെ അല്പം താമസിച്ചാണെങ്കിലും 2 മണിയോടടുത്ത് നേരത്തെ ബുക്ക് ചെയ്തിരുന്ന ഒരു ഹോട്ടലിൽ നിന്നും മാന്യമായ ഒരു ഉച്ചഭക്ഷണം കഴിക്കുവാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു. പറയാൻ മറന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ യാത്രക്കാരിൽ ഒട്ടേറെ പേർ മനോഹരമായി പാട്ടുകൾ പാടുന്നവരായിരുന്നു. അതുകൊണ്ട് യാത്ര ബോറടിച്ചില്ല. ഉച്ചഭക്ഷണം കഴിഞ്ഞ് തേയിലക്കാടുകളിലൂടെ മുന്നോട്ട് നീങ്ങിയ ഞങ്ങളുടെ വണ്ടി മാങ്കുളത്തെ കാഴ്ചകൾ കണ്ട് നേരെ ആനക്കുളത്തിലേക്ക് പോയി. ആനകൾ സ്ഥിരമായി വരാറുള്ള ഒരു കുളമാണ് ഈ ആനക്കുളം. അവിടെ ഞങ്ങൾ ഒത്തിരി ടൂറിസ്റ്റുകളെ കണ്ടു. മഴ പതുക്കെ ചാറി തുടങ്ങിയിരുന്നു. എല്ലാവരും ധൃതിയായി വണ്ടിയിൽ ചാടിക്കയറി. ചായ കൂടി കഴിഞ്ഞ് ലക്ഷ്മി എസ്റ്റേറ്റിലേക്കാണ് ഞങ്ങൾ പോയത്. നല്ലൊരു കാലാവസ്ഥയായിരുന്നു അവിടെ. ഏകദേശം ഇരുട്ടി തുടങ്ങിയിരുന്നു. എല്ലാവരും അത്യാവേശത്തോടെ തേയിലക്കാട്ടിലേക്ക് ഇറങ്ങി. അവിടുത്തെ സുന്ദര ദൃശ്യങ്ങൾ ക്യാമറയിൽ പകർത്തി. 3/4 മണിക്കൂറോളം ഞങ്ങൾ ഈ എസ്റ്റേറ്റിൽ ചിലവിട്ട നിമിഷങ്ങൾ ജീവിതത്തിൽ ഒരിക്കലും മറക്കുവാൻ പറ്റാത്തതാണ്. ഇളം കാറ്റും ചെറിയ മഴക്കാറും സൂര്യാസ്തമയവുമെല്ലാം തന്ന അനുഭൂതി പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. യാത്രയുടെ എല്ലാ ക്ഷീണവും അവിടെ തീർന്നു. പിന്നെ മൂന്നാർ ബസ് സ്റ്റേഷനിൽ എത്തി. അവിടെ നിന്നും വണ്ടി തിരിച്ച് ഞങ്ങളുടെ സ്റ്റാർട്ടിംഗ് പോയിൻ്റായ വൈക്കത്തെ ലക്ഷ്യമായി അതിവേഗം പാഞ്ഞു. ഡാൻസും പാട്ടുമെല്ലാമായി യാത്ര അതിഗംഭീരമായി. ഇടയ്ക്ക് ഡിന്നറും ഞങ്ങൾ കഴിച്ചു. രാത്രി 12:30 മണിയോടെ ഞങ്ങൾ വൈക്കം ബസ് സ്റ്റേഷനിൽ എത്തി. സഹയാത്രികരോട് ബൈ ബൈ പറഞ്ഞിട്ട് വീടുകൾ ലക്ഷ്യമായി ഓരോരുത്തരും പിരിഞ്ഞു. നന്ദി KSRTCക്ക് ഇത്തരം യാത്രകൾ സംഘടിപ്പിക്കുന്നതിന്. വീണ്ടും നന്ദി.